إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹു ആ നിലയിൽ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ മക്കയിലെ ഹിറ എന്ന പ്രസിദ്ധമായ ചെറിയ ഒരു ഗുഹക്കുള്ളിൽ നിന്ന് ആദ്യമായി നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് സംസാരിച്ച് ഭയപ്പെട്ട് അതിൻ്റെ താഴ്വാരത്തേക്ക് തൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് താൻ ഏറ്റെടുത്ത വലിയ ദൗത്യത്തിൻ്റെ ഭാരവും അതിലേക്ക് ഇറങ്ങുമ്പോൾ ആവശ്യമായ തസ്കിയത്തും നൽകുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസ്സമ്മിലിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഇനിയുള്ള ജീവിതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്പകലുകൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം, നബിയുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം, പ്രവാചകന്റെ ബിഹേവിയേഴ്സ്, പ്രവാചകന്റെ പ്രതികരണങ്ങൾ, പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ മര്യാദ, പ്രവാചകന്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുന്ന വചനങ്ങളാണ് സൂറത്ത് മുസ്സമ്മിലിന്റെ തുടക്കത്തിലുള്ളത്. ആദ്യം തന്നെ പ്രവാചകനെ വിളിച്ചല്ല പറഞ്ഞ വാചകം യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പിട്ടു കിടക്കുന്നവനെ, പുതച്ചു കിടക്കുന്നവനെ, കും എഴുന്നേക്ക്, ഫഅൻസിൽ ഫഅൻസിർ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. പുതച്ചു മൂടിക്കിടക്കുന്നവനെ എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുക, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, രാത്രിയിൽ എഴുന്നേക്കുക. രാത്രിയുടെ അല്പഭാഗമെങ്കിലും നിസ്കാരത്തിലാവണം. നിസ്ഫഹു, അതിന്റെ പകുതിയെങ്കിലും, അല്ലെങ്കിൽ അല്പം കുറക്കാം അതിൽ നിന്നും, അതല്ലെങ്കിൽ അതിൽ കൂട്ടാം, ഔസിദ് അലൈഹി, അതല്ലെങ്കിൽ അതിൽ കൂട്ടാം. വറത്തിലിൽ ഖുർആന തർത്തീല, വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്ത് ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയിൽ അങ്ങ് നിസ്കരിക്കുന്നവനാകണം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഇനി അങ്ങക്ക് വരാനുള്ളത് ഭാരമേറിയ ഖൗലുകളാണ്, ഭാരമുള്ള വാക്കുകളാണ് അങ്ങക്ക് നൽകപ്പെടാൻ പോകുന്നത്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. എന്തുകൊണ്ടാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നത്? അങ്ങയുടെ മനോഗതികൾ നന്നാകാനും സംസാരം നന്നായി തീരാനും അങ്ങേറ്റം വത്തു ലഭിക്കുവാനും മാനസികമായ കരുത്ത്, ശാരീരികമായ കരുത്ത് ലഭിക്കുവാനും വേണ്ടിയാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നത്. സ്വാഭാവികമായും രാത്രിയിൽ അങ്ങനെയാകുമ്പോൾ പകലോ ഇന്നലക ഫിന്നഹാരി സബ്ഹൻ ത്വീല, പകലിൽ ഒരുപാട് ജോലി തിരക്കുണ്ടാകും, ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, ഉപജീവനം കണ്ടെത്തേണ്ടി വരും, പല വിധത്തിലുള്ള സബഹുകളും പകലിലുണ്ടാകും. പകലിൽ ജോലി തിരക്കാണ്, വർക്കുകളാണ്, അധ്വാനമാണ്, പരിശ്രമങ്ങളാണ്. രാത്രിയിലോ റബ്ബുമായുള്ള മുനാജാത്തുമാണ്. ഈ രൂപത്തിൽ രാപ്പകലുകളെ അങ്ങ് ക്രമീകരിക്കണേ. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. രാവും പകലുമായി അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യണം, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കണം. ആരാണ് റബ്ബ്? റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. ഫത്തഖിദ്ഹു വകീല, ആ റബ്ബിൽ തവക്കുലാക്കി മുന്നേറണേ. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ തവക്കുലാക്കണേ. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. താങ്കൾ ഈ ദൗത്യവുമായി ഇറങ്ങുമ്പോൾ ഒരുപാട് ആക്ഷേപ വചനങ്ങൾ കേൾക്കേണ്ടി വരും, ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് വസ്ബിർ അലാ മാ യഖൂലൂൻ, നബിയെ, അവരെ എങ്ങനെ തന്നെയും നിങ്ങളെ ആക്ഷേപിച്ചാലും, അവരേതു തരത്തിൽ നിങ്ങളെ അധിക്ഷേപിച്ചാലും, വസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറഞ്ഞ് എന്തു തന്നെ പറഞ്ഞാലും അതിൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണേ. മാത്രമല്ല വഹ്ജുർഹും ഹജ്റൻ ജമീല, അത്തരം കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ട്രോളുകളുമായി വരുന്ന ആളുകളെ വളരെ മനോഹരമായി തന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളയണേ, അല്ലെങ്കിൽ ഒഴിവാക്കി വിട്ടേക്കണേ. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമതി വമഹിൽഹും ഖലീലാ. അതുപോലെ തന്നെ ദുനിയാവിന്റെ അഹ്ലുകാരുണ്ട്, ദുനിയാ പ്രേമികളുണ്ട്. അവർക്ക് ദീൻ ഇഷ്ടമല്ല, ദുനിയാവിൽ ആസക്തി പൂണ്ടവരോട് ദീൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അവർ തന്നെ കളവാക്കുന്നവരാണ്, വ്യാജമാക്കുന്നവരാണ്. അതുകൊണ്ട് അത്തരം വ്യാജവാദികളെയും അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞേക്ക്. ഉലിൻ നിഅമതി, അവർ വലിയ സമ്പന്നരാകും, അല്ലെങ്കിൽ വലിയ ദുനിയാ പ്രേമികളാകും. വമഹിൽഹും ഖലീലാ, ദുനിയാവിൽ അവർക്ക് കുറച്ച് സൗകര്യങ്ങൾ റബ്ബ് ഏർപ്പെടുത്തി കൊടുത്തതാണ്, അതിൽ അവർ അഭിരമിക്കുകയാണ്, അവരതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അത്തരം ആളുകൾ താങ്കൾ എന്ത് ദീൻ പറഞ്ഞാലും അതിനെ കളവാക്കി രംഗത്ത് വരും. അത്തരം ആളുകളെയും അങ്ങ് ഒഴിവാക്കി കളയണം, അവരെ പരിഗണിക്കേണ്ടതില്ല. അവരെ അവഗണിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദീൻ പറയണേ.
അങ്ങേ ട്രോളുന്നവരെ അവഗണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ പറയണേ. കാരണം ഇന്നാ സനുൽഖി ഇലൈക ഖൗലൻ സഖീലാ, ഭാരമേറിയ ഖൗലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആ ദൗത്യം വളരെ മനോഹരമായി നിർവഹിക്കണം എന്ന സന്ദേശം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തൻ്റെ രാപ്പകലുകളെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രാവും പകലും ക്രമീകരിക്കണം, ബിഹേവിയേഴ്സ് എങ്ങനെയാണെന്നത് ക്രമീകരിക്കണം, സംസാരവും സംസ്കാരവും എങ്ങനെയായിരിക്കണമെന്ന് ക്രമീകരിക്കണം. രാത്രിയിൽ അതിൻ്റെ ആ ഏറ്റവും കൂടുതൽ ഭാഗത്തോ അല്ലെങ്കിൽ പകുതിയെങ്കിലുമോ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തണം. ധാരാളം ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്മീലുകൾ ചെയ്യണം. സർവ്വതും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം എന്നൊക്കെയുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായി ആ ദൗത്യം നിർവഹിച്ചു. അല്ലാഹു ഏൽപ്പിച്ച 1-ാം തീയതി മുതൽ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 കൊല്ലക്കാലം കൊണ്ട് വളരെ മനോഹരമായി പൂർത്തിയാക്കിയത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഓ പ്രവാചക, ഈ സന്ദേശം അങ്ങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒന്നും തന്നെ വിട്ടുകളഞ്ഞിട്ടില്ല പ്രവാചകൻ, ഒന്നും പറയാതെ പോയില്ല പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മാ തറക്തു ശൈഅൻ യുഖർരിബുകും ഇലല്ലാഹി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി. അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്ന് വിടാതെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. വമാ തറക്തു ശൈഅൻ യുബഇദുകും അനില്ലാഹി ഇല്ലാ ഖദ് നഹൈതുകും അൻ. അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന സർവ്വകാര്യങ്ങളും ഒന്ന് വിടാതെ മുഴുവനായി ഞാൻ വിരോധിച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒന്നും തന്നെ ഞാൻ വിട്ടുകളഞ്ഞില്ല, എല്ലാം റസൂലുള്ള പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്തേക്ക് വന്നു. ആ അവസാന സമയം ഹിജ്റ 11 ഹിജ്റ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളിലേക്ക് എത്തിയത് ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഇതുപോലെ ഒരു റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ റബീഉൽ അവ്വലിൽ നടന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. ഒന്ന് റിസാലത്തിന്റെ തുടക്കമാണ്, മറ്റൊന്ന് ഹിജ്റയാണ്, മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതം അവസാനിക്കുന്നത്, ദുനിയാവിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തീർന്നു പോകുന്നത് അത് റബീഉൽ അവ്വലിലാണ്. നമുക്കറിയാം, മുഹമ്മദ് നബിയുമായി അടുത്തവർ, പ്രവാചകനെ കണ്ടവർ, പ്രവാചകനുമായി സഹവസിച്ചവർ, പ്രവാചകനെ സ്വന്തം വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ ഏറ്റെടുത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ മരിക്കുമെന്ന് പോലും വിശ്വസിക്കുവാൻ പ്രയാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നേരത്തെ തന്നെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആയത്തിറക്കി കൊടുക്കുകയാണ്. എന്താണ് ആയത്ത്? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഓ റസൂലേ, അങ്ങ് മരിക്കുന്നതാണ്, അങ്ങ് മരിക്കുന്നതാണ്. സതമൂത്ത്, അങ്ങ് മരിക്കും നബിയേ. ഇന്നക മയ്യിതുൻ, നബിയേ നിങ്ങൾക്ക് മരണമുണ്ട്. ഇന്നക മയ്യിതുൻ യാഇനെ തശ്ദീദ് ചെയ്യാൻ കാരണം, മരിക്കാത്തൊരാളോട് മരണമുണ്ടെന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണത്രേ യാഇനെ തശ്ദീദ് ചെയ്തുകൊണ്ട് മയ്യിതുൻ എന്ന് പറയുന്നത്. മരിച്ചൊരാളെ കുറിച്ചാണെങ്കിൽ മയ്യിത്ത് എന്നാ പറയാ. എന്നാൽ റസൂൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നക മയ്യിതുൻ ഫഇന്നഹും മയ്യിതൂൻ, നബിയേ താങ്കൾ മരിക്കുന്നതാണ്. ഈ ആയത്ത് എന്തുകൊണ്ട് അവതരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു എന്ന് അതിന്റെ 5 കാരണങ്ങൾ നിരത്തിക്കൊണ്ട് മഹാനായ ഇമാം മാവർദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ അൻ-നുക്ത് വൽ ഉയൂനിൽ പറയുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ലാ യഖ്തലിഫു ഫീ മൗതിഹി കമാ ഇഖ്തലഫത്തിൽ ഉമമു മിൻ ഗൈരിഹി ഹത്താ ഇന്ന ഉമറ ലമൻകറ മൗതുഹു ഇഹ്തജ്ജ അബൂബക്കർ ബിഹാദിഹിൽ ആയത്തി ഫഅംസക. എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഇങ്ങനെ താങ്കൾ മരിക്കുമെന്ന് പറയാൻ കാരണം? ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാകാൻ പാടില്ല. റസൂൽ യഥാർത്ഥത്തിൽ മരിക്കുമ്പോ റസൂൽ മരിച്ചിട്ടില്ല എന്ന് വാദിച്ച ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അഡ്വാൻസായി എന്ന് പറയുന്നത് ഇന്നക മയ്യിതുൻ
വഇന്നഹും മയ്യിതൂൻ. നബിയെ, നിങ്ങൾ മരിക്കും. കാരണം റസൂലുള്ളാഹിന്റെ ഓഡിയൻസിന്, പ്രവാചകന്റെ സ്വഹാബത്തിന് പ്രവാചകന്റെ മരണം ഉൾക്കൊള്ളാൻ പാകത്തിൽ എല്ലാവരുടെ മാനസികാവസ്ഥ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ സൂചന നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹിജ്റ 11 വരുമ്പോൾ, അല്ല 10 വരുമ്പോൾ തന്നെ അല്ലാഹു സൂചനകൾ കൊടുക്കുകയാണ്. പ്രവാചക, മരണമെടുത്തു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. പ്രവാചക, ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരുന്നത് കണ്ടാൽ, ദീനിന്റെ വിജയം കണ്ടാൽ, താങ്കൾ ചെയ്യേണ്ടത് അതേ അല്ലാഹുവിന് ധാരാളമായി തസ്ബീഹ് ചെയ്യണേ, അല്ലാഹുവിന് ധാരാളമായി ഹംദ് ചെയ്യണേ, അതുപോലെ തന്നെ ധാരാളം ശുക്ർ ചെയ്യണേ. കാരണം അവസാന നാളുകളിലേക്ക് അടുത്തുപോയി. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. തസ്ബീഹുകൾ വേണം, ഹംദുകൾ വേണം, ഇസ്തിഗ്ഫാറുകൾ വേണം. മരണമെടുത്തിരിക്കുകയാണ്. പ്രായം ചെന്ന മനുഷ്യരും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓർക്കേണ്ടതാണ്. ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ ഓർക്കേണ്ടതാണ്. മരണം അടുത്തുണ്ട് എന്ന് അറിയുന്ന മുഴുവൻ ആളുകളും ഓർക്കേണ്ടതാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അതേ, മരണം സമീപത്തുണ്ട്. ഇനി ചെയ്യാനുള്ളത് തസ്ബീഹുകളും തഹ്മീദുകളും ഇസ്തിഗ്ഫാറുകളുമാണ്. നബിയോട് അല്ലാഹു പറഞ്ഞു. മാത്രമല്ല, അതേ റസൂല് തന്നെ ആളുകളെയും കൊണ്ട് ഇതാ ഹജ്ജിന് പോകുമ്പോ, ഹജ്ജ് റസൂലുള്ളാഹി നിർവഹിക്കുമ്പോ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത വാചകം, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജ ബഅദ ഹജ്ജതി ഹാദിഹി. ഈ ഹജ്ജ് കഴിഞ്ഞാൽ ഇനി ഒരു ഹജ്ജ് എന്റെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഇതെന്റെ അവസാനത്തെ ഹജ്ജാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചോളണേ. ഖുദൂ അന്നീ മനാസികകും. കാര്യങ്ങൾ കൃത്യമായി ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചുകൊള്ളണേ. കാരണം ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ, ലഅല്ലി അല്ലാ അഹജ്ജ ബഅദ ഹജ്ജതി ഹാദിഹി. ഈ ഹജ്ജ് കഴിഞ്ഞാൽ ഇനി ഒരു ഹജ്ജ് നമുക്കുണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ. സൂചന കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അവിടുന്ന് ദിവസങ്ങൾ പോയി. അവസാനം ഹജ്ജിന്റെ വേളയിൽ തന്നെയും ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഇമാം നബവി പറയുന്നത്, ഇശാറ ഇലാ തൗദീഇഹിം വഇലാമിഹിം ബിഖുർബി വഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അടുത്തു എന്ന അറിയിപ്പ് നൽകുകയാണ്. ഹജ്ജിൽ ദുൽഹിജ്ജയിൽ തന്നെ. ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറമായി, സഫറായി. ആ സഫറിന്റെ അവസാന ബുധനാഴ്ച വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യിത്ത് ജനാസ മറമാടി മടങ്ങി വരുമ്പോ പ്രവാചകൻ ഒരു തലവേദന അനുഭവപ്പെട്ടു. ചെറിയ തലവേദനയല്ല, വലിയ പനിയോടുകൂടിയുള്ള തലവേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രയാസത്തിൽ അകപ്പെടുകയാണ്. ആ സഫറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലിലേക്ക് പോവുകയാണ്. ആ റബീഉൽ അവ്വലിലും ആ വേദന, തലവേദനയും പനിയും ഇങ്ങനെ ദീർഘമായി പ്രവാചകനെ പിടികൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാഡി നരമ്പുകൾ വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. റബീഉൽ അവ്വൽ എത്തുമ്പോ, ഹിജ്റ 11 റബീഉൽ അവ്വൽ എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാഡികളും നരമ്പുകളും വേദനിക്കുകയും പ്രയാസം അനുഭവിക്കുകയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയതമയായ ആയിഷയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ ആയിഷ, അജിദു അലമത് തആമില്ലദീ അകൽതു ബി ഖൈബറ ഹാദാ വജത്തു ഖിതാഅ അബ്ഹരി മിൻ ദാലിക സും. ആയിഷ, അന്ന് ഖൈബറിൽ വെച്ചുകൊണ്ട് ആ ജൂതപ്പെണ്ണ് എന്നെ ഊട്ടിയ വിഷമുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആടിന്റെ കുറകിൽ വിഷം പുരട്ടിയിട്ട് എനിക്ക് നിന്ന വിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അപകടവും വരുത്താതെ ഇതുവരെ എന്റെ ഉള്ളിൽ സൂക്ഷിച്ചതാണ്. പക്ഷേ ഈ സമയത്ത് അതെന്റെ നാഡീ നരമ്പുകളിലേക്ക് വ്യാപിച്ചിട്ട് എന്റെ നാഡികളും നരമ്പുകളും പൊട്ടുന്ന വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആയിഷയോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അനുഭവിച്ച വേദന. അതേ, ഒരൽപ്പം വെള്ളം കൊണ്ടുവരാൻ പ്രവാചകൻ പറയുന്നു. വെള്ളം കൊണ്ടുവരുന്നു. പ്രവാചകൻ ആ തണുത്ത വെള്ളത്തിലേക്ക് കൈയിട്ടുകൊണ്ട് മുഖം തടവുന്നു. പ്രവാചകൻ റബീഉൽ അവ്വലിൽ, അതേ റബീഉൽ അവ്വൽ 12 കാണിച്ച അസ്വസ്ഥതകളെ സംബന്ധിച്ച് ഹദീസിൽ വന്നതാണ്. മാത്രമല്ല, ഇതേപോലെ റബീഉൽ അവ്വലായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നടന്ന സംഭവം ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവരിതാ അഭിമാനപൂർവ്വം പറയുകയാണ് ചില കാര്യങ്ങൾ. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഇന്ന മിൻ നിഅമില്ലാഹി അലാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നാളുകൾ ചെലവഴിച്ചത് എൻ്റെ വീട്ടിലാണ്. മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്റെ മാർത്തട്ടിൽ ചാഞ്ഞു കിടന്നുകൊണ്ടാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന നേരത്ത് അന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി, പ്രവാചകനോടൊപ്പം ജീവിച്ച സുന്ദരമായ നിമിഷങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്ന പ്രിയതമയായ ആയിഷ ബീവി പറയുന്നു, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന നേരത്ത് പ്രവാചകന്റെ ഉമിനീരും എന്റെ ഉമിനീരും ഒന്നു ചേരുകയുണ്ടായി. ആയിഷ ബീവി അത് വിശദീകരിച്ച് പറയുകയാണ്. അഥവാ റബീഉൽ അവ്വൽ 12 അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനയോടെ എന്റെ മാർത്തട്ടിൽ ചാഞ്ഞു കിടക്കുന്ന നേരത്ത് അതേ ദഖല അലയ്യ അബ്ദുറഹ്മാൻ, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ റൂമിലേക്ക് കയറി വന്നു. വബിയദിഹി സിവാക്ക്, അവന്റെ കയ്യിലൊരു അറാഖിന്റെ കൊള്ളിയുണ്ടായിരുന്നു, ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. വഅന മുസ്നിദത്തുൻ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ചായ്ച്ചു കിടത്തിയിരിക്കുകയാണ്. ഫറഅയ്തുഹു യൻദുറു ഇലൈഹി, ഞാൻ എൻ്റെ നബിയെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ കണ്ണ് ഞാൻ ശ്രദ്ധിച്ചപ്പോ ആ അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് പ്രവാചകൻ നോക്കുന്നതായി ഞാൻ കണ്ടു. വഅറഫ്തു അന്നഹു യുഹിബ്ബു സിവാക, ഞാൻ നബിയുടെ മനസ്സ് വായിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് ആ മിസ്വാക്ക് ഇഷ്ടമായതുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ നോക്കുന്നത് ആ മിസ്വാക്കിലേക്കെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പ്രവാചകനോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ആഖുദുഹു ലക്, നബിയെ ഞാനത് വാങ്ങിത്തരട്ടെയോ തങ്ങൾക്കെന്ന് ചോദിച്ചപ്പോ ഫഅശാറ ബിറഅസിഹി അന്നഅം, പ്രവാചകൻ തലയാട്ടിക്കൊണ്ട് അതെ എനിക്ക് ആ മിസ്വാക്ക് വാങ്ങിത്തരൂ എന്ന് തലയാട്ടി പറഞ്ഞ നേരത്ത് ഞാൻ ആ മിസ്വാക്ക് വാങ്ങി. പ്രവാചകന്റെ പല്ലിനോട് ചേർത്തുകൊണ്ട് ഞാൻ മിസ്വാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോ അതൊരൽപ്പം ഹാർഡായി അനുഭവപ്പെടുകയാണ്, കട്ടിയായി അനുഭവപ്പെടുകയാണ്. ഞാൻ റസൂലിനോട് ചോദിച്ചു, ഉലയ്യിനുഹു ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ താങ്കൾക്ക് വേണ്ടി ഇത് സോഫ്റ്റ് ആക്കി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോഴും ഫഅശാറ ബിറഅസിഹി അന്നഅം, തലയാട്ടി പ്രവാചകൻ അതേ എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ പല്ലുകൊണ്ട് അതിങ്ങനെ മെല്ലെ മെല്ലെ കടിച്ച് ചതച്ച് ആ മിസ്വാക്കിന്റെ കൊള്ളി അത് സോഫ്റ്റ് ആക്കിയിട്ട് പ്രവാചകന്റെ ആ പല്ലിലേക്ക് പ്രവാചകന്റെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ ജമഅല്ലാഹു റീഖി ബൈന റീഖിഹി ഇൻദ മൗതിഹി, എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒന്നു ചേരുകയുണ്ടായി എന്ന് അഭിമാനബോധത്തോടെ ആയിഷ ബീവി പറയുകയാണ്. ആ കിടത്തം കിടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷുമ്മാന്റെ ആ നെഞ്ചത്ത് തല വെച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ കാട്ടണേ. വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, റഫീഖുൽ അഅ്ല എന്ന അമ്പിയാക്കൾ കഴിയുന്ന ഉന്നതമായ ഇടത്തിലേക്ക് എന്നെ ഉയർത്തണേ എന്ന് പ്രവാചകൻ ദുആ ചെയ്തുകൊണ്ടിരുന്നു. അതിങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്നത് അല്ലാഹുമ്മ അർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ എന്ന് ചുരുങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴോ വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ എന്ന് ചുരുങ്ങി. പിന്നെ അത് അവസാനം അർറഫീഖുൽ അഅ്ലാ, ആകാശലോകത്തേക്ക് വിരൽ ചൂണ്ടി പ്രവാചകൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അർറഫീഖുൽ അഅ്ലാ എന്ന് മെല്ലെ മെല്ലെ പ്രവാചകൻ ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഉറങ്ങിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മാർത്തട്ടിൽ നിന്ന് പ്രവാചകന്റെ തലത്തേക്ക് അല്ലെങ്കിൽ ചരിഞ്ഞു പോകുന്നതായി തോന്നിയപ്പോ എന്റെ 2 കൈ കൊണ്ടും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ എന്റെ നെഞ്ചിലേക്ക് അടുപ്പിക്കുമ്പോ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ പൂമാരൻ, ലോകത്തിന്റെ നേതാവ്, മദീനയിലെ രാജാവ്, ലിവാഉൽ ഹംദിന്റെ വാഹകൻ, അശ്ശഫാഅത്തുൽ ഉളമയുടെ നായകൻ, ഹൗദുൽ കൗസറിൽ നിന്ന് കോടാനകോടി മനുഷ്യരുടെ ദാഹമകറ്റുന്ന പ്രവാചകൻ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ആയിഷുമ്മ പറഞ്ഞ ദിവസമാണ് റബീഉൽ അവ്വൽ 12. മനസ്സിലാക്കണം, നമ്മളിത് പറയല്ല, ലോകത്തെ കഴിഞ്ഞുപോയ ഉലമാക്കൾ മുഴുവൻ രേഖപ്പെടുത്തി. അർഫു തഅരീഫ് ബിൽ മൗലിദി ശരീഫ് ഇമാം ജസരിയുടെ കിതാബാണ്.
അവിടെയും പ്രവാചകന്റെ ഹജ്ജ്, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വിശദീകരിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു, വകാന الثاني عشر من شهر ربيع الأول سنة 11 ഷഹീദൻ. ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. മനസ്സിലാക്കണം, ആരുണ്ട് ഇത് ഗൗനിക്കാൻ, ആരുണ്ട് ഇത് പരിഗണിക്കാൻ, ആരുണ്ട് ഇത് മനസ്സിലാക്കാൻ? റബീഉൽ അവ്വലാകുമ്പോൾ ആഘോഷിക്കുകയാണ് ഖൗം, ജനത. അവർക്കറിയില്ല, സാധുക്കളാണ്, പാമരന്മാരാണ്, അറിവില്ലാത്തവരാണ്. ആഘോഷിക്കാൻ അവരോട് ഉലമാക്കൾ പറയുകയാണ്, സന്തോഷിക്കാൻ പറയുകയാണ്, മധുരം വിതരണം ചെയ്യാൻ പറയുകയാണ്, കൊടിതോരണങ്ങൾ കെട്ടാൻ പറയുകയാണ്. അതുപോലെ തന്നെ അവരെ തെരുവിലിറക്കുകയാണ്. ഹറാമായ കാഴ്ചകൾ, ഹറാമായ ചെണ്ടമേളങ്ങൾ, ഹറാമായ ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പുകൾ, ഹറാമായ DJ പാർട്ടികൾ, ആളുകൾ ഉടുത്തും ഒരുങ്ങിയും ആണും പെണ്ണുമൊക്കെ തെരുവിലിറങ്ങി ആഘോഷത്തിന്റെ ആടിത്തിമിർപ്പിലാണ് റബീഉൽ അവ്വലിൽ. പക്ഷേ ഹിജ്റ 11 മദീനയിൽ റബീഉൽ അവ്വൽ ഉണ്ടായിരുന്നു. ഹിജ്റ 11 റബീഉൽ അവ്വലിൽ ഒരു റബീഉൽ അവ്വൽ ഉണ്ടായിരുന്നു മദീനയിൽ. ഹിജ്റ 11 മദീനയിൽ റബീഉൽ അവ്വൽ എങ്ങനെയായിരുന്നുവെന്ന് ഇസ്ലാമിക ലോകത്തറിയപ്പെട്ട കവിയായിരുന്ന, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറിയപ്പെട്ട അബൂ ദുഐൽ അൽ ഹുദലി റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ആ മദീന എങ്ങനെയായിരുന്നുവെന്ന്, ആ മദീനയുടെ അവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. ബലഗന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലീൽ, പ്രവാചകന് ഈ റബീഉൽ അവ്വലായപ്പോൾ പ്രയാസമായി, അല്ലെങ്കിൽ സഫറിൽ തുടങ്ങിയതാണ് റബീഉൽ അവ്വൽ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കി. മാത്രമല്ല, എന്റെ മനസ്സിൽ അങ്ങേറ്റം വലിയ വേദനയായി, എനിക്ക് പ്രവാചകനെ കാണണമെന്ന തിടുക്കമായി. മഹാനായ കവിയായ പ്രസിദ്ധനായ സാഹിത്യകാരനായ അബൂ ദുഐബ് അൽ ഹുദലി പറയുകയാണ്, എനിക്ക് പ്രവാചകൻ രോഗമായി എന്നറിഞ്ഞപ്പോ പ്രവാചകനെ കാണാൻ എനിക്ക് തിടുക്കമായി. ആ രാത്രി എന്നെ സംബന്ധിച്ചിടത്തോളം ദീർഘമായി പോയി. രാത്രി മായാത്തതുപോലെ, ഇരുൾ നീങ്ങാത്തതുപോലെ, മണിക്കൂറുകൾ നൂറ്റാണ്ടുകളായി അനുഭവപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. പക്ഷെ വെളിച്ചം കാണുന്നില്ല, അത്രമാത്രം ദീർഘമാണ്. അവസാനം ഏതാണ്ട് സഹറിന്റെ സമയമായപ്പോ ഞാനൊന്ന് മയങ്ങിപ്പോയി, ഒന്നുറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ ഞാനൊരു വിളിയാളം കേൾക്കുകയാണ്. ആ ഒരു സഹറിന്റെ നേരത്ത് ഒന്ന് മയങ്ങിപ്പോയപ്പോ, നേരം വെളുക്കാൻ കാത്തിരുന്ന് ഞാൻ ഉറക്കത്തിലേക്ക് വീണുപോയപ്പോ ഒരു വിളിയാളം പോലെ ഞാൻ കേൾക്കുകയാണ്. എന്താ വിളി? ഖത്ബുൻ അജല്ല അനാഖ ബിൽ ഇസ്ലാമി ബൈനൻ നഖീലി വമാഖിദിൽ ആതാമി ഖുബില النبي محمد فعيوننا تدري الدموع عليه بالتسدام. മലമടക്കുകൾക്കിടയിലെ കുടിലുകളിൽ നിന്ന്, അതുപോലെ തന്നെ ആ ഈത്തപ്പനത്തോട്ടങ്ങൾക്കിടയിൽ നിന്നൊരു വിളിയാളം, ഒരു വിളിച്ചു പറയുന്നവന്റെ വിളിയാളം പോലൊരു വിളി. ആ വിളി എന്താണ്? ഖുബിലർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. രോഗാതുരനായി കിടക്കുന്നു റസൂൽ എന്നറിഞ്ഞപ്പോൾ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചൊരുങ്ങി നിൽക്കുന്നവനെ, നേരം വിളിക്കാൻ കാത്തിരിക്കുന്നവനെ, ഖുബിലർ റസൂലു മുഹമ്മദുൻ ഫഅയൂനുനാ തുദ്രി الدموع عليه بالتسجاب. മദീനയെ കരയിച്ചുകൊണ്ട്, മദീനയിലെ കുടിലുകളെ കരയിച്ചുകൊണ്ട് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ യാത്ര പറഞ്ഞിരിക്കുന്നു എന്ന് കേട്ടപ്പോ ചാടി എഴുന്നേറ്റ് ഞാൻ എൻ്റെ ഒട്ടകത്തിന്റെ മുകളിൽ ചാടിക്കേറി അതിനെ ഇളക്കി ഓടിക്കുകയാണ്. ഇളക്കി വിടുമ്പോ ഞാൻ പോകുന്ന പോക്കിൽ ഞാൻ പറവകളെ കാണുന്നുണ്ട്, കുരുവികളെ കാണുന്നുണ്ട്, കാക്കകളെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ കാണുന്ന കാക്കകളും കുരുവികളും പറവകളുമൊക്കെ എന്നോട് ഫഅഖ്ബറനി ബിവഫാത്തിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു അബഉറാബ്, കാക്കകൾ കരയുമ്പോൾ പോലും, പക്ഷികൾ ചിലമ്പുമ്പോൾ പോലും ഞാൻ അറിഞ്ഞു തുടങ്ങി. ഫഅഖ്ബറനി ബിവഫാത്തിഹി, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ വിവരം ഇങ്ങനെ വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. ഞാൻ എൻ്റെ കുതിരയോടിച്ച് മദീനയിലെത്തി. വഖദിംതുൽ മദീനത, ആ റബീഉൽ അവ്വൽ 12 ഞാൻ മദീനയിലേക്ക് എത്തുമ്പോ വലഹാ വജീജും ബിൽ ബുകാ, ഞാൻ കേൾക്കുന്നത് വിലാപത്തിന്റെ ഒരു ഇരമ്പലാണ്, കരച്ചിലിന്റെ ഒരു ഇരമ്പലാണ്. ഖലജീജിൽ ഹജീജ്, ഹജ്ജിന് പോകുന്ന ആളുകള്,
ഹജ്ജിന് ഇഹ്റാം കെട്ടി കഴിയുമ്പോ അവര് തൽബിയത്ത് ചെല്ലുന്നത് കേൾക്കാറില്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് ഹാജിമാരിങ്ങനെ വിളിച്ചു പറയുമ്പോ ഒരു ഇരമ്പൽ കേൾക്കാറില്ലേ? അതുപോലെ മദീനയിൽ നിന്ന് കരച്ചിലിന്റെ ഒരു ഇരമ്പലാണ് ഞാൻ കേട്ടത്. പള്ളിയിൽ ഞാൻ ചെന്നു, ഓടി മസ്ജിദുൻ നബവിയിൽ ചെന്നു, അത് കാലിയായിരുന്നു, ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. മദീന മൊത്തം കരച്ചിലായിരുന്നു. ഇതാരാ പറയുന്നത്? അബൂ ദുഐബ് അൽ ഹുദലി, അന്ന് മദീനയിലെത്തിയ സ്വഹാബിയാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ചരിത്രകാരനാണ്, സാഹിത്യകാരനാണ്, അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം അന്ന് നബിയെ കാണാൻ ഓടിച്ചെല്ലുകയാണ്. പക്ഷേ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരുന്നു റബീഉൽ അവ്വലിൽ. പക്ഷേ ആരാ ഇത് ഓർക്കുന്നത്? ആർക്കാ ഇതറിയുന്നത്? ഇന്ന് റബീഉൽ അവ്വൽ 1-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ചയിൽ നമ്മുടെ നാടുകളിൽ നബാത്തി ഖുത്ബയുടെ 7 തുറന്ന് ഓതാറുണ്ട് ഖതീബുമാർ. ആ ഓതുന്ന ഖുത്ബകളിൽ ആവർത്തിച്ച് മുന്നിലുള്ള ഖൗമിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ അഷ്റഫായ ഒരാളില്ല കേട്ടോ, റസൂലുള്ളാഹിയേക്കാൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളില്ല കേട്ടോ. പക്ഷേ ഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിളാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി. ഇത്രയും ശറഫും പോരിശയും ഒക്കെയുള്ള പ്രവാചകന് പോലും മരണമെടുത്തപ്പോൾ അല്ലാഹു നീട്ടിക്കൊടുത്തിട്ടില്ല, ആയുസ് നീട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ആ കിതാബിൽ പറയുന്നത്, വലഖദ് അതാഹു ഫീ മിത്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കറാം. നിങ്ങൾ ഇപ്പോഴുള്ള ഈ റബീഉൽ അവ്വൽ പോലൊരു മാസത്തിലാണ് അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അതേ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നത്. ഇന്നത്തെ വെള്ളിയാഴ്ച പറയാണ്, ഇനി അടുത്തൊരു വെള്ളിയാഴ്ചയുണ്ട്. ആ വെള്ളിയാഴ്ചയും വിളിച്ചു പറയും, വലൗ റദഅൽ മൗത ശറഫുൻ നസീൽ ഔ ദഫഅൽ ഖദറ ഖദറുൻ ജലീൽ ഔ മനഅൽ ഹദറ വജ്ഹുൻ ജമീൽ. ഏതെങ്കിലും ഒരാളുടെ ശറഫ് കൊണ്ട്, ജന്മമഹത്വം കൊണ്ട് മരണത്തെ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഒരാളുടെ ഉന്നതമായ സ്ഥാനം കൊണ്ട് മരണം പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ, സുന്ദരമായൊരു വദനം കൊണ്ട് മരണത്തെ പരിച പോലെ തടുത്തു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ, ലകാന അവ്വല നാജിൽ ലികമാലി ഫദ്ലിഹിർ റസൂൽ. ഈ പറയപ്പെട്ട സർവവിശേഷണങ്ങളും ഒത്തിണങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. വലഖദ് തഖല്ലാ ഫീ മിത്ലി ശഹരികും ഹാദാ അജലുഹു. നിങ്ങളിപ്പോൾ നിലകൊള്ളുന്ന മാസം പോലൊരു മാസത്തിലാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോയത്. അടുത്ത വെള്ളിയാഴ്ചയും പറയും മിമ്പറുകളിൽ, നുബാത്തി ഖുത്ബകളിൽ. എന്നിട്ട് മുന്നിലുള്ള സമൂഹത്തോട് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫഅ വഅയ്യു തർഫിൻ അലൈഹി മാദമഅ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസഅ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത എന്ന് പറഞ്ഞിട്ട് എന്താടോ നിങ്ങൾക്കൊരു ദുഃഖവുമില്ലാത്തത്? എന്തേ നിങ്ങൾക്കൊരു പ്രയാസവുമില്ലാത്തത്? എന്തേ വേദന കൊണ്ട് നിങ്ങളുടെ ഖൽബ് വികസിക്കാത്തത് എന്ന് മുന്നിലുള്ള ഖൗമിനോട് ശുദ്ധമായ അറബിയിൽ അഥവാ ഈജിപ്ഷ്യൻ അറബിയിൽ ഇബ്നു നബാത്തുൽ മിസ്രി എഴുതിയ ഖുത്ബ കിതാബ് നോക്കിക്കൊണ്ട് ഖൗമിനോട് ഉസ്താദ് ചോദിക്കുകയാണല്ല, ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ മാസമാണിതെന്ന് പറഞ്ഞിട്ട് എന്തേ ആരും ദുഃഖമില്ലാതിരിക്കുന്നത്? എന്തേ ആർക്കും ഒരു വിഷമവുമില്ലാത്തത്? ചിന്തിക്കണം, ആലോചിക്കണം. എത്ര വൈരുദ്ധ്യമാണ് യാഥാർത്ഥ്യവും നടക്കുന്ന സംഭവങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ട പ്രവാചകൻ വിട്ടുപിരിഞ്ഞ മാസമാണിത്. അതുകൊണ്ടാണ് മഹാനായ അബു അംറിൽ അലാ റഹിമഹുല്ല പറഞ്ഞ വാചകം മഹാനായ ഇമാം ഫാഖിഹാൻ എടുത്തുദ്ധരിച്ചുകൊണ്ട് ചോദിച്ചത്, ഹാദാ മഅ അന്ന അശ്ശഹ്റല്ലദീ വുലിദ ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ റബീഉൽ അവ്വൽ ഹുവ ബിഐനിഹി അശ്ശഹ്റുല്ലദീ തുവഫിയ ഫീഹി. നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന അതേ മാസത്തിൽ തന്നെയാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്. ഫലൈസൽ ഫർഹു ഫീഹി ബിഔലാ മിനൽ ഹുസ്നി ഫീഹി. അതുകൊണ്ട് തന്നെ ഈ ജനനം പറഞ്ഞ് സന്തോഷിക്കുന്നതിനേക്കാളും മികച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാട് കൊണ്ട് ദുഃഖിക്കലല്ലേ എന്ന് ചോദിച്ചത് അബുൽ അലാ റഹിമഹുല്ലയാണ്, അബു അംർ ഇബ്നു അലാ റഹിമഹുല്ലയാണ്. അത് ഇമാം ഫാഖിഹാൻ എടുത്തുദ്ധരിക്കുകയാണ്. പക്ഷേ സമൂഹം അതറിയുന്നില്ല.
ജനങ്ങൾക്ക് ഇതറിയില്ല, ആളുകൾക്ക് ഇതറിയില്ല, ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. നേരെ മറിച്ച് വലിയ വലിയ സദസ്സുകളും ചീരണികളുമായി സമൂഹം ഊർജിറ്റുമ്പോ സമൂഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ ഹബീബിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഹബീബിന്റെ ജീവിതം പറഞ്ഞു കൊടുക്കാൻ, പ്രവാചക ജീവിതത്തിന്റെ അവസാന നാളുകൾ പറഞ്ഞു കൊടുക്കാൻ, പ്രവാചകന്റെ വസിയ്യത്തുകൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ബാധ്യത നിർവഹിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് നമ്മളിങ്ങനെ ഖുത്ബ കേട്ട് ഈമാനുമായി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്, നമ്മൾ മരിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ നമ്മുടെ അയൽപക്കത്ത് ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്, സ്നേഹിതന്മാരുണ്ട്, വല്ലുപ്പമാരുണ്ട്, അയൽവാസികളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവർക്ക് ഈ സന്ദേശം എത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഒരു ദൗത്യം ഇത് അറിഞ്ഞവൻ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കണോ എന്ന് ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഒരു ദൗത്യം, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ദൗത്യം, ആ ദൗത്യം നിറവേറ്റാൻ കഴിയാതെ പോകുന്ന ഹതഭാഗ്യരായി നമ്മൾ മാറും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഉൾക്കൊള്ളണം പ്രവാചകനെ. നമ്മുടെ പരിസരങ്ങളിലേക്ക് ആ പ്രവാചകനെ പ്രകാശിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ്. സാധാരണ വരുന്ന ഒരാൾ പ്രവാചകന്റെ മുന്നിൽ സാധാരണ വരുന്നൊരു സ്വഹാബി. പക്ഷെ ഓരോ ദിവസവും കഴിയും തോറും അദ്ദേഹം ഇങ്ങനെ ക്ഷീണിച്ച് മെലിഞ്ഞൊട്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി നിനക്ക്, എന്താ സംഭവിച്ചത്? റസൂലുള്ളാഹിന്റെ പ്രത്യേകത അതാണ്, തൻ്റെ കൂടെയുള്ള അനുചരന്മാരുടെ അനക്കവും അടക്കവും ആ നേതാവ് അറിയുമായിരുന്നുവെന്നാണ്. സുഗന്ധം ഒരാളിങ്ങനെ വരുമ്പോ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിയാണ് അദ്ദേഹത്തോട് നബി പോയി ചോദിക്കണം, എന്തു പറ്റി, നല്ല സുഗന്ധമാണ്, നല്ല മണമുണ്ടല്ലോ. അയാൾ പറഞ്ഞു, ഇന്നലെ എൻ്റെ വിവാഹമായിരുന്നു റസൂലേ. അതിൻ്റെ അടയാളാണ്. നബി അത് മണത്തറിയുകയാണ്. പ്രവാചകൻ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അറിയുകയാണ്. അങ്ങനെ പ്രവാചകനും അനുയായികളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി ഇങ്ങനെ മെലിഞ്ഞപ്പോ റസൂൽ ചോദിക്കണം, എന്തു പറ്റി, വല്ലാതെ മെലിഞ്ഞു പോകുന്നല്ലോ, എന്തേ ക്ഷീണിച്ചു പോകുന്നത്? ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്നെക്കാൾ പ്രിയപ്പെട്ടവർ നിങ്ങളാണ്. വഹബ്ബു ഇലയ്യ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തെക്കാൾ എനിക്ക് പ്രിയം നബിയെ നിങ്ങളോടാണ്. വഹബ്ബ ഇലയ്യ മിൻ വലദി, എൻ്റെ മക്കളെ എനിക്ക് നിങ്ങളോടാണ് നബി ഇഷ്ടം. ഞാൻ സാധാരണ എന്റെ വീട്ടിലാകുമ്പോ നിങ്ങളെ കുറിച്ച് ഓർത്താൽ നബി ഓടി വരും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക്, എന്നിട്ട് നിങ്ങളുടെ വദനം, നിങ്ങളുടെ മുഖം ഞാൻ നന്നായി നോക്കിക്കാണും. അങ്ങനെ ചെയ്താലല്ലാതെ എനിക്ക് ക്ഷമ കിട്ടാറില്ല പ്രവാചക. ഞാൻ ഇവിടുന്ന് മടങ്ങി വീട്ടിൽ പോയാൽ അങ്ങയുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അങ്ങയുടെ അടുക്കൽ വന്നിട്ട് അങ്ങയുടെ തിരുവദനം കാണാതെ എനിക്ക് ക്ഷമ കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഏതാനും ആഴ്ചകളായി വല്ലാത്തൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉത്ഭവിച്ചിരിക്കുന്നു. എന്താണ് ആ ചോദ്യം എന്നറിയുമോ? നബിയെ, നമ്മൾ രണ്ടുപേരും മരിക്കേണ്ടി വരുമല്ലോ റസൂലേ. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. മാത്രമല്ല, ഞാൻ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോ നമ്മൾ സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കുക. ഞാനും എത്തി, നിങ്ങളും എത്തി സ്വർഗത്തിൽ. പക്ഷെ നിങ്ങൾ ആരാണ്? ഖാതിമുൽ അംബിയ അല്ലേ? ഉലുൽ അസ്മുകളിൽപ്പെട്ട ആളല്ലേ? അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള ആളല്ലേ? ഞാനൊരു പാവപ്പെട്ട സാധുവായ ഒരാളല്ലേ? നമ്മൾ സ്വർഗത്തിലെത്തിയാൽ അങ്ങ് ആ സ്വർഗത്തിന്റെ ഉന്നതമായ ഇടങ്ങളിൽ വസിക്കുമ്പോ എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയാൽ, മരണശേഷം അങ്ങയുടെ അടുക്കൽ വന്ന് അങ്ങയൊന്ന് ദർശിക്കണമെന്ന് തോന്നിയാൽ, പ്രവാചക എനിക്കത് കഴിയാതെ പോകുമോ എന്നോർത്ത് എൻ്റെ നെഞ്ചകം മുരുകാൻ തുടങ്ങി, എൻ്റെ കൽബ് പടയാൻ തുടങ്ങി, എൻ്റെ മനസ്സിന് വേദന അനുഭവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നബിയെ, മരിച്ചതിനു ശേഷം എനിക്ക് നിങ്ങളെ കാണാൻ കഴിയാതെ പോകുമോ എന്ന പേടിയും ടെൻഷനുമാണ് എൻ്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞപ്പോ ഫലം യറുദ് അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ, ആ മനുഷ്യനൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ല.
പ്രവാചകൻ മൗനിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വരാതെ ആ സഹാബി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ആശ്വാസത്തിന്റെ വചനവുമായി ഇറങ്ങി വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്. എന്തായിരുന്നു ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്? വമയ്യുതിഇല്ലാഹ വറസൂൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾക്ക് വേണോ? റസൂലുള്ളാഹിന്റെ ചാരത്ത് നിങ്ങൾക്ക് ജീവിക്കണോ? റസൂലുള്ളാഹിന്റെ റഫീഖായി നിങ്ങൾക്ക് മാറണോ? വമയ്യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവിനും റസൂലിനും ആരാണോ വഴിപ്പെടുന്നത്, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹു നിഅമത്ത് ചെയ്ത റബ്ബ് അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലും സംസർഗത്തിലും അതുപോലെ തന്നെ മര്യാദകളിലും പെരുമാറ്റങ്ങളിലും വിവാഹത്തിലും വീട് ചടങ്ങിലും അതുപോലെ തന്നെ വീട് താമസത്തിലും ബെഡ്റൂമിലും ഉറക്കത്തിലും കേശാലങ്കാരത്തിലും അങ്ങനെ സർവ്വതിലും അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടാൻ ഒരുക്കമുള്ളവരാരുണ്ടോ? ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നബിമാരോടൊപ്പമാണ്, അവർ സിദ്ദീഖുകളോടൊപ്പമാണ്, അവർ ശുഹദാക്കളോടൊപ്പമാണ്, അവർ സ്വാലിഹുകളോടൊപ്പമാണ്. ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വസിക്കുക. വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്, എത്ര നല്ല മിത്രങ്ങളാണെന്ന ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടാൻ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഓർത്ത് ആഖിറത്തിൽ നബിമാരെ കാണാൻ, നബിയോടൊപ്പം ജീവിക്കാൻ കഴിയാതെ പോകുമോ എന്നോർത്ത് വിഷമിച്ച ആ മുഹിബ്ബിനും അവിടെ നിങ്ങോട്ടുള്ള റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസമായി അള്ളാഹു അവതരിപ്പിച്ചു തരികയാണ് ആ വചനം. ഈ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ആ ഹൃദയത്തിൽ വാരിയല്ലുകൾ കൊണ്ട് മൂടിയ, അങ്ങനെ അള്ളാഹു സംരക്ഷിച്ചു തന്ന നമ്മുടെ ഖൽബിന്റെ ഭിത്തിയിൽ, സ്വർണ്ണലിപിയിൽ നമ്മൾ കൊത്തിവെക്കണം ആ വചനം. വമയ്യുതിഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, നബിമാരുടെ കൂടെയാണ് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടവരെന്ന ആ ഭാഗം ഇങ്ങനെ ആ ഹൃദയത്തിൽ കുത്തിവെക്കണം തങ്കലിപികളാൽ. അതെപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിനോടൊപ്പം പ്രവാചകന്റെ ചാരത്ത് പ്രവാചകനെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് സാധുക്കളായി നമുക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകൾക്കും നമ്മുടെ ശിഷ്യഗണങ്ങൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹപ്രവർത്തകർക്ക്, സഹപാഠികൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, പ്രശ്നങ്ങൾ, പോരായ്മകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ യോഗ്യത കുറക്കുന്ന ഏതെല്ലാം തിന്മകൾ ഞങ്ങളിലുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് മാറ്റിക്കളയണേ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണേ അല്ലാഹുവേ, മായ്ച്ചു തരണേ അല്ലാഹുവേ. ഏറ്റവും നല്ല ദീനിന്റെ മുഹിബ്ബുകളായി, റസൂലിന്റെ മുഹിബ്ബുകളായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നിന്റെ ലിഖാ സാധ്യമാക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.